മന്ത്രിസഭാ രൂപീകരണം കെ.സി. വേണുഗോപാലുമായി ആലോചിച്ച ശേഷം മാത്രമെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിൽ കെ.സി. കൂടെ നിന്നും സ്തുതിപാഠകർ വേണ്ടെന്നും എം.എൽ.എമാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്നും സതീശൻ പറഞ്ഞു. 2001 സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച അബദ്ധം ഇനി ഉണ്ടാവരുതെന്നും ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കണമെന്നും വി.ഡി. സതീശൻ ആഹ്വാനം ചെയ്തു. ദീപക് ധർമ്മടം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ വളരെ വൈകാരികമായി പല കാര്യങ്ങളും സതീശൻ പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2001 ചില അബദ്ധങ്ങൾ, അന്ന് സർക്കാർ ഉണ്ടായ സമയത്ത് അന്ന് സംഭവിച്ച അബദ്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നു, സ്തുതിപാഠകർ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ കൃത്യമായ നിലപാടിൽ ആദ്യ ദിനം തന്നെ പോകാൻ സതീശന് കഴിയുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളൊപ്പം തന്നെ നേതാക്കൾ സംസാരിച്ചത് എന്താണ്? നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശൻ്റെ അതിലുള്ള തുറന്നു പറച്ചിലാണ്. ഒന്ന്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തീർത്തുകൊണ്ട് ടീം കോൺഗ്രസ്സായി ഈ എം.എൽ.എമാരെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഞാൻ ഒരുപാട് പണ്ട് വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേദിയിൽ വിമർശിക്കാം, അല്ലാതെ വെറുതെ വിമർശിക്കാൻ തയ്യാറാകരുത് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭാ രൂപീകരണത്തിലെ തീരുമാനങ്ങൾ കെ.സി. വേണുഗോപാലാണ് എടുക്കുക എന്ന് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കെ.സിയുമായി ആലോചിച്ച് മാത്രമായിരിക്കും മന്ത്രിസഭാ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണത്തിലെ നിർണായക ഘടകം കെ.സി. വേണുഗോപാലാണ് എന്ന് അദ്ദേഹം ഈ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ എം.എൽ.എമാരോട് പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. ഒരു കാര്യം കൂടി വി.ഡി. പറഞ്ഞു. ഈ വാചകം പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞത്. കെ.സി. കേരളത്തിലേക്ക് എത്തും, മന്ത്രിസഭാ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം ചേരും. മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി മുഖ്യമന്ത്രിയുമായി യോഗം ചേരുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം 2001 ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക്, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. പിന്നീട് തമ്മിൽ തല്ലി കലഹിച്ച് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത്. ടീം UDFനാണ് വലിയ മാൻഡേറ്റ് നൽകിയത്. അതിൽ ടീം കോൺഗ്രസ് ഇല്ലാതെ ഒരു വലിയ പരാജയത്തിലേക്ക്, തകർച്ചയിലേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം കൃത്യമായ മുന്നറിയിപ്പാണ് വികാരപരമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. മറ്റു കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ അദ്ദേഹം നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കേണ്ട കാര്യം പറയുന്നു. ഇതിനിടയിൽ തുടക്കത്തിൽ ദീപാദാസ് മുൻഷി സംസാരിക്കുമ്പോൾ പറഞ്ഞത് എം.എൽ.എമാരുടെ ഭൂരിപക്ഷം മാത്രമല്ല ഹൈക്കമാൻഡ് കണക്കിലാക്കിയത്, ഇതൊരു കൊയിലൂഷൻ ഗവൺമെൻറ്റാണ്. ഘടകകക്ഷികളുടെ നിലപാട്, പ്രത്യേകിച്ചും ലീഗിൻ്റെ നിലപാട് നമുക്കറിയുന്നതാണ്. പക്ഷേ ലീഗിൻ്റെ പേരവർ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ കൊയിലൂഷൻ ഗവൺമെൻറ്റാണ്, ഘടകകക്ഷികളുടെ നിലപാടുകൾ കൂടി കണക്കിലെടുത്താണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമെന്ന് അദ്ദേഹം അവർ ഈ ദീപാദാസ് മുൻഷിയുടെ പ്രസംഗത്തിൽ, എല്ലാവരുടെയും പ്രസംഗം ഒരു 10 മിനിറ്റും 8 മിനിറ്റൊക്കെയാണ് നീണ്ടത്. വി.ഡി. സതീശൻ മാത്രമാണ് ഏതാണ്ട് ഒരു 13 മിനിറ്റ് സംസാരിച്ചത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ്. എന്നാൽ വി.ഡി. ആണെങ്കിൽ ഏറെ നിർണായകമായൊരു വെളിപ്പെടുത്തൽ ആ യോഗത്തിൽ എം.എൽ.എമാർക്ക് മുൻപിൽ നടത്തി. താനല്ല മന്ത്രിസഭാ രൂപീകരണത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, കെ.സി. വേണുഗോപാലാണ് എന്നുള്ളത്. അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. പ്രജിൻ, ദീപകൻ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ രമേശ് ചെന്നിത്തല ഈ നിയമസഭാകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ കെ.സി. ക്യാമ്പിലും ആർ.സി. ക്യാമ്പിലും ഒക്കെ ഇപ്പോഴും അതൃപ്തി അതുപോലെ പുകയുന്നുണ്ട് എന്നതൊരു വസ്തുതയാണോ? അതിലെന്താണ് ഇനിയിപ്പോൾ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുക? അത് ഏത് രീതിയിലായിരിക്കും ഒരു അനുനയം സാധ്യമാവുക? ഈ യോഗത്തിൽ ആദ്യം സണ്ണി ജോസഫ്, അതായത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച KPCC അധ്യക്ഷനായ MLA സണ്ണി ജോസഫ് പറഞ്ഞത്, ഈ യോഗത്തിൽ ചിലർ എത്തിയിട്ടില്ല, രമേശ് ചെന്നിത്തല എത്തിയിട്ടില്ല, അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി. പക്ഷേ അദ്ദേഹം വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ആവശ്യമെങ്കിൽ അത് ഗവർണർക്ക് കൈമാറും. മറ്റൊന്ന്, ദീപക് ജോയി അദ്ദേഹത്തിന് ആശുപത്രിയിലാണ്. ദീപക് ജോയിയുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾ അല്പം മുൻപ് എന്നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിലാണ് എന്ന് കൃത്യമായി തന്നെ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 MLA-മാരുടെ അസാന്നിധ്യത്തെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത്. ദീപക് ജോയിയുടെ കാര്യത്തിൽ അദ്ദേഹം എറണാകുളത്ത് ചികിത്സയിലാണ്, അദ്ദേഹം പനി ബാധിച്ച് കിടപ്പിലാണ്. പക്ഷേ എന്നാൽ രമേശ് ചെന്നിത്തലയുടെ അസാന്നിധ്യത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഗുരുവായൂരിൽ നാളെ മലയാളം 1-ാം തീയതി അദ്ദേഹം തൊഴുന്നത് പതിവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ നാളെ ഗുരുവായൂരിൽ തൊഴുന്ന കെ മുരളീധരൻ ഈ യോഗത്തിലുണ്ട്. അദ്ദേഹം 7:30 മണിയുടെ ട്രെയിനിൽ മാത്രമാണ് തിരുവനന്തപുരത്തുനിന്നും യാത്ര പുറപ്പെട്ടത്. അങ്ങനെ വേണമെങ്കിൽ വി.ഡിയെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്ന യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു പ്രതിഷേധം എന്നോണം തന്നെയാണ് രമേശ് ചെന്നിത്തല മാറി നിന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നാൽ യോഗത്തിൽ രമേശ് ചെന്നിത്തലയെ കൂടി വിശ്വാസത്തിൽ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടാണ്
അതിൽ ആദ്യം തന്നെ സണ്ണി ജോസഫ് സംസാരിക്കുന്നു. അതിനുശേഷം ദീപാദാസ് മുൻഷി പറഞ്ഞത് ഇപ്രകാരമാണ്: രമേശ് ചെന്നിത്തല ഇല്ല, പക്ഷേ അദ്ദേഹം KPCC അധ്യക്ഷൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്തുണാ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തെ ഏകകണ്ഠമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. ഏതായാലും ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട്, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കാത്തിരുന്നു കാണേണ്ടി വരും. മാത്രമല്ല, നിരായുധനായ ഒരു മുഖ്യമന്ത്രിയായി VD ഇരിക്കില്ല. കാരണം VD വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്, വലിയൊരു വിജയമുണ്ടാക്കിയ ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും KC-RC സംഘം പൂട്ടിടാൻ പോകുന്നത്? മന്ത്രിമാരെല്ലാവരും ഈ KC ഗ്രൂപ്പിൻ്റെയും RC ഗ്രൂപ്പിൻ്റെയുമായി, ഒരുപക്ഷെ നമ്മൾ പഴയ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ VS മന്ത്രിസഭയിൽ ഒരു കാലത്ത് VSന് ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നില്ല. അതുപോലെയൊക്കെ ആയി മാറുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇന്ന് വളരെ വ്യക്തതയോടുകൂടി വികാരപരമായി അദ്ദേഹം പറഞ്ഞു, ഒരു ടീം കോൺഗ്രസ് ബിൽഡപ്പ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രജിൻ. ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.